അടുത്ത കാലത്തായി ഞാൻ ഏറ്റവും അധികം പൊട്ടിച്ചിരിച്ച ഒരു രംഗം നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു ചോദ്യമാണ്. NEPക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. വിഷയം നമ്മുടെ PM ശ്രീയാണ്. NEPക്ക് എന്താ കുഴപ്പം? ദേ എന്ന് പറഞ്ഞ് കുറേ കടലാസ് കൃഷ്ണൻ കെട്ടും കാണിച്ച് ഒരു വിരട്ട് ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെ വിരട്ടി. മാധ്യമങ്ങൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാൻ, അല്ല ഞങ്ങൾ കുഴപ്പമൊന്നും പറഞ്ഞില്ല, നിങ്ങളല്ലേ കുഴപ്പമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇങ്ങേര് പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവർ മിഴുങ്ങസ്യാന്നായിപ്പോയി മാധ്യമങ്ങളെല്ലാം. സത്യത്തിൽ ഞാൻ വല്ലാതെ പൊട്ടിച്ചിരിച്ചു. കാരണം എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ചുമ്മാ ആകാശത്ത് കിടന്ന് അടിക്കുകയാണ്. വൈകുന്നേരം എന്താ മീറ്റ് ദ എഡിറ്റേഴ്സ് റിപ്പോർട്ടർ ചാനലിൽ നമ്മളുടെ ജിമ്മി ജെയിംസ്, പൊതുവേ കാര്യങ്ങൾ പഠിച്ച് വൃത്തിയായിട്ട് പറയുന്ന ആളാണ് ജിമ്മി ജെയിംസ്. പക്ഷേ ജിമ്മി ജെയിംസിനും PM ശ്രീ കാര്യത്തിൽ നിലതെറ്റിപ്പോയി. ജിമ്മി ജെയിംസ് പറയുകയാണ്, ഇനിയിപ്പോൾ സ്കൂളിൽ നമുക്ക് പശുവിൻ്റെ 2 കൊമ്പുകൾ തമ്മിൽ റേഡിയേഷൻ ഉണ്ട് എന്ന് പഠിപ്പിക്കും. പശുവിൻ്റെ 2 കൊമ്പുകൾ തമ്മിൽ റേഡിയേഷൻ ഉണ്ട്. ജിമ്മി, അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊടുക്കാതെ എക്സ്റേ എടുക്കാമല്ലോ അല്ലേ? അതും പഠിപ്പിക്കുന്നുണ്ടാകും സ്കൂളിൽ. ഇതൊക്കെ എന്തായി പറഞ്ഞുകൊണ്ടാണ്? ഒരു തള്ളുന്നതിനും ഒരു മര്യാദയൊക്കെ വേണ്ടേ? വെറുതെ കിടന്ന് ബഹളം വയ്ക്കുക. പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, അതിൻ്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. അത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും അടക്കം 36 എണ്ണം ഉള്ളതിൽ 33 പേര് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, ഈ 3 പേരാണ് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളത്. അതിലിപ്പോൾ കേരളവും ഒപ്പിട്ട് കഴിഞ്ഞു. പോയ 2 പേരാണ്. തമിഴ്നാട് കേസും പുക്കാറും ഒക്കെ ആയിട്ട് നടക്കുന്നു. മമതാ ബാനർജി പറഞ്ഞു എനിക്ക് NEPയും വേണ്ട, അതിൻ്റെ കാശും വേണ്ട, തീർന്നു. 1000 കോടി രൂപയെ മറ്റാണ് അവർക്ക് നഷ്ടം. പോയത് കൊണ്ട് ഞാനില്ല, ഇല്ലെങ്കിൽ വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ. കാരണം ഇതൊരു ഓപ്ഷണൽ പദ്ധതിയാണ്. സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഞാനിതിൽ ചേരുകയുമില്ല, എനിക്ക് കാശും വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ഒരു കാര്യം ചെയ്യാനായിട്ട് കാശ് തരുന്നു, ആ കാര്യം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി, പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ കാശ് തരില്ല. ഈ കാശ് കൊണ്ടുപോയി ഞാൻ പുട്ടടിക്കും, പക്ഷേ കാര്യം ഞാൻ ചെയ്യുകയുമില്ല. ഇതാണ് കേരളത്തിൻ്റെ നിലപാട്. കേരളം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തോ 1500 1600 കോടി ഞങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന്. എന്ത് കിട്ടാനുണ്ടെന്ന്? എവിടെ കിട്ടാനുണ്ടെന്ന്? നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമായാൽ മാത്രമല്ലേ നിങ്ങൾക്ക് പൈസയ്ക്ക് അർഹത വരുന്നുള്ളൂ. ഇപ്പോൾ ശിവൻകുട്ടി ചുവട് മാറ്റിയിട്ട് പറയുകയാണ്, ഈ കരാറിൽ ഒപ്പിട്ടിട്ടേ പിന്നെ ഞങ്ങൾ പദ്ധതിയൊന്നും നടപ്പാക്കില്ല. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കാശ് ഞങ്ങൾ മേടിക്കും, പദ്ധതിയും നടപ്പാക്കില്ല. അതെങ്ങനെയുണ്ട് ആ ബുദ്ധി? അതിൻ്റെ ഒരു തന്ത്രമാണിത്. നടക്കുന്ന കേസല്ല ചേട്ടാ, നടക്കില്ല. കാരണം NEPയുടെ കണ്ടീഷനിൽ തന്നെ, PM ശ്രീയുടെ കണ്ടീഷനിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, NEP നടപ്പാക്കിയിട്ട് വേണം കാശ് മേടിക്കാൻ, അല്ലാതെ കാശ് വാങ്ങി കഴിഞ്ഞിട്ട് NEP നടപ്പാക്കുകയല്ല. NEPയുടെ കൂടെ സർവശിക്ഷ കേരള എന്നുള്ള അതാണ് വലിയ ഫണ്ട്. NEPയുടെ ഫണ്ട് ഏതാണ്ട് 400 കോടിയേ ഉള്ളൂ, അല്ല PM ശ്രീയുടെ. ബട്ട് സർവശിക്ഷ അഭിയാൻ, അതിൻ്റെ സർവശിക്ഷ കേരള എന്നു പേരുള്ള ഫണ്ട്, അതാണ് കൂടുതലുള്ളത്. അതും ഇതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെ, വെച്ചിരിക്കുകയാണ്. അല്ലേ, ഈ കേന്ദ്രം ഒരു കാശ് തരുമ്പോഴേ അതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ പാലിച്ചാലല്ലേ കാശ് കിട്ടുള്ളൂ. ഇത് പ്ലാൻ ഫണ്ട് അല്ലാന്നേ. നിങ്ങൾ GST വിഹിതം എന്നൊക്കെ പറയില്ലേ, കണക്കോ കുമ്മട്ടിക്കയോ ഒന്നുമില്ലാതെ അതിൻ്റെ 42% സംസ്ഥാനത്തിന്, 42% മാസം തോറും ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും സംസ്ഥാനങ്ങൾക്ക്. ആ കാശ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് കേന്ദ്രം ചോദിക്കില്ല. നിങ്ങൾ ഇന്നത് ചെയ്താലേ കാശ് തരുള്ളൂ എന്നും പറയില്ല. കാശ് തന്നുകൊണ്ടേയിരിക്കും. കാരണം അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതമാണ്. അതാണ് ഭരണഘടനാപരമായിട്ട് അർഹതപ്പെട്ട വിഹിതം. ഇതങ്ങനെയല്ല എന്ന്, ഇത് എക്സ്ട്രാ കേന്ദ്രം കൊണ്ടുവരുന്ന ഓരോ പദ്ധതികളാണ്. അതുകൊണ്ടാണ് ഇതിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്ന് പറയുന്നത്. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടു, കേന്ദ്രത്തിൻ്റെ കാശ് കിട്ടില്ല NEP ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ. ഇനി NEP ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് വെച്ചോ, അപ്പോഴും 40% കാശ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല.
60 രൂപ നരേന്ദ്രമോദി തരും, 40 രൂപ ശിവൻകുട്ടി വയ്ക്കണം. ശിവൻകുട്ടിയിൽ ഉണ്ടോ 40 രൂപ? ഇല്ല. അപ്പോൾ പിന്നെ 60 രൂപ മോദി തിരിച്ചെടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് നേരെ ചൊവ്വയൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന് ഇപ്പോൾ അത്യാവശ്യം കാശാണ്, എപ്പോഴും അത്യാവശ്യം കാശാണ്. എല്ലാവർക്കും കാശിന് ആവശ്യമുണ്ട്. കേരളത്തിന് അത്യാർത്തിയാണ്, കൊണ്ടുപോകാം. കാരണം ഇവർ ഇത് വകമാറ്റി ചിലവാക്കുകയല്ലേ. ഇപ്പോൾ PM ശ്രീ എന്നോ സർവശിക്ഷ കേരള എന്നോ എന്ത് ഫണ്ട് വന്നു കഴിഞ്ഞാലും ഇവരതെടുത്തിട്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കും, അവരുടെ എന്തോ 2 DA ഗഡു കുടിശ്ശികയുണ്ട്, അത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാശ് വാങ്ങുന്നത്. അല്ലാതെ ഇതൊന്നും നല്ല കാര്യങ്ങൾ ചെയ്യാനൊന്നുമല്ല. ഈ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിൻ്റെ കരിക്കുലത്തെ ചൊല്ലിയാണ് ഇവർ ഈ തർക്കം ഉണ്ടാക്കുന്നത്. എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് അതിനെ ചൊല്ലിയാണ് അഭ്യൂഹങ്ങൾ. ഈ നേരത്തെ ജിമ്മി ജെയിംസ് പറഞ്ഞില്ലേ, 2 കൊമ്പുകൾ തമ്മിൽ, പശുവിൻ്റെ 2 കൊമ്പുകൾ തമ്മിൽ റേഡിയേഷൻ ഉണ്ട് എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങളൊക്കെ. ഇതൊന്നും അല്ല ഇതിനകത്തെ സംഗതി. 625 പേജോ മറ്റോ ഉണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതൊക്കെ നമുക്ക് ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ? ഇല്ല. പ്രധാനമായിട്ടും ഇവർക്ക് ചൊറിച്ചിലെടുക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അതിലൊന്ന്, നമ്മളുടെ പരീക്ഷ മെമ്മറി ബേസ്ഡാണ്. നമ്മളൊക്കെ പഠിച്ചു വന്നത് അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഓർത്ത് വയ്ക്കണം. ബ്രസീലിൻ്റെ തലസ്ഥാനം റിയോ ഡി ജനീറോ, ബ്രസീലിൻ്റെ തലസ്ഥാനം റിയോ ഡി ജനീറോ എന്നിങ്ങനെ കാണാപ്പാഠം പഠിക്കണം. പരീക്ഷയ്ക്ക് ബ്രസീലിൻ്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിക്കുമ്പോൾ റിയോ ഡി ജനീറോ എന്ന് ഉത്തരമെഴുതണം. നമുക്കൊക്കെ, എനിക്കടക്കം നിങ്ങൾക്കും പലപ്പോഴും സംഭവിച്ചു കാണും, ഈ റിയോ ഡി ജനീറോ ആ സമയത്ത് വരില്ല മനസ്സിൽ. ചേട്ടാ എനിക്കറിയാമായിരുന്നു, ഞാനത് പല തവണ പഠിച്ച, അയ്യോ എൻ്റെ നാക്കിൻ്റെ തുമ്പത്തിരിക്കുന്നു, വരുന്നില്ല, പോയി പരീക്ഷ തോറ്റു. ഇതല്ലേ സമ്പ്രദായം നമ്മുടെ. അല്ലെങ്കിൽ പരീക്ഷയുടെ ദിവസം കടുത്തൊരു പനി വന്നു, ഒരു രക്ഷയില്ല, തല പൊക്കാൻ പറ്റുന്നില്ല, അതോടെ പരീക്ഷ തോറ്റു. ഈ സമ്പ്രദായം മാറ്റിയിട്ട് കാര്യഗൗരവവും വിവരവും ഒക്കെ പിള്ളേർക്കുണ്ടെങ്കിൽ അത് പരീക്ഷണ രീതിയിൽ കുറേശ്ശെ ആക്കി മനസ്സിലാക്കിയിട്ട് ഇവനാൾ മിടുക്കനാണ് എന്ന്. ബ്രസീലിൻ്റെ തലസ്ഥാനം എന്താണെന്നൊരു കിതാബ് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളുണ്ട്, ഗൂഗിൾ നോക്കിയാൽ മതി. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവർക്ക് ഈ മാർക്ക് കൂട്ടിയിട്ടും തട്ടിപ്പ് കാണിച്ചുമൊന്നും പിള്ളേരെ ജയിപ്പിക്കാൻ പറ്റില്ല. പിള്ളേർക്ക് യഥാർത്ഥ കഴിവ് വേണം. ഇതിൻ്റെ മറ്റേ വശം അതാണില്ല. യഥാർത്ഥ കഴിവുള്ളവൻ, അല്ലാതെ കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ എത്തി നോക്കിയോ ഒരു കുറിപ്പ് പോക്കറ്റിലിട്ടോ ഒക്കെ വരുന്നവനൊന്നും പരീക്ഷ ജയിക്കില്ല. കണ്ടിന്യൂസ് വാല്യുവേഷൻ ആയിരിക്കും. 2, നമ്മളുടെ കരിക്കുലം ഇംഗ്ലീഷ് ഹെവി എന്നാണ്. ഇതൊക്കെ വിദഗ്ധന്മാർ തയ്യാറാക്കിയതാണ്. ഇംഗ്ലീഷ് ഹെവി. ഞാൻ സംസാരിക്കുന്നതിൽ തന്നെ എത്ര ഇംഗ്ലീഷ് വാക്കുകളുണ്ട് നിങ്ങൾ നോക്കുക. നിങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും എത്ര ഇംഗ്ലീഷ് വാക്ക് വരുന്നു. എവിടെ പോയി നമ്മുടെ മലയാളം? പാവം മലയാളം. നമ്മളാരും അതിനെ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ്. മലയാള ഭാഷ വ്യക്തമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. വാസ്തവത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, നാരായണഗുരു, ഈ 3 പേരാണ് ശുദ്ധമായ മലയാളം കൈകാര്യം ചെയ്തവർ. അവർക്ക് ശേഷം ആരും ശുദ്ധ മലയാളം കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ ശരിയുമാണ്. ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നതിൽ ഒന്നുകിൽ സംസ്കൃതം കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൂടുതൽ വരും. ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ ഓർമ്മയിൽ ശുദ്ധ മലയാളത്തിൽ ഏകദേശം സംസാരിച്ചുകൊണ്ടിരുന്നവർ, ഒന്ന് മരിച്ചുപോയ N കൃഷ്ണൻ നായർ IPS, പിന്നെ ഇപ്പോഴുമുള്ള ഡോക്ടർ RVG മേനോൻ. ഇങ്ങനെ അപൂർവം ആൾക്കാരാണ് ശുദ്ധമേ മലയാളത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ ശുദ്ധ ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ബട്ട് ഈ ഭാഷകൾ തമ്മിൽ വേർതിരിവുണ്ടെന്നും ഇപ്പോൾ താൻ സംസാരിക്കുന്നത് മലയാളത്തിലാണെന്നും അതുകൊണ്ട് മലയാളത്തിൽ വേണം കാര്യങ്ങൾ പറയാനെന്നും ഒരു ബോധം എപ്പോഴും അവർ സംസാരിക്കുമ്പോൾ അവർക്കുണ്ട്. അത് പൊതുവേ മലയാളികൾക്കില്ല. ഇതൊക്കെ മാറേണ്ടതല്ലേ? എത്ര കാലമായി നമ്മൾ സ്വന്തം ഭാഷയെ അവഗണിക്കുന്നു. അപ്പോൾ മദർ ടങ്ങിന് പ്രിയോറിറ്റി കൊടുക്കുക, ഇതും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ ഒരു ഐറ്റമാണ്. ഈ മദർ ടങ്ങിന് പ്രിയോറിറ്റി കൊടുക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഒരിക്കലും അവർക്ക് തനത് കാര്യങ്ങളിൽ ഒരു അഭിമാനം ഇല്ല.
മറ്റുള്ളവർക്ക് അത് ഉണ്ടാവാനും അവർ സമ്മതിക്കില്ല. പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ റഷ്യൻ. പണ്ടൊക്കെ റഷ്യയായിരുന്നു. റഷ്യയും ചൈനയും ഒക്കെ കമ്മ്യൂണിസം വിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. ഏതായാലും ഇന്ത്യൻ ഭാഷകൾ പറ്റില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് മതി. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആലോചനയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന ഒരു സാധനം, ഒരു പ്രയോഗം NEPയിലുണ്ട്. ഇന്ത്യൻ റൂട്ടഡ്നെസ്. ഇന്ത്യയിൽ വേരുകളുണ്ടാവുക, ഇന്ത്യൻ റൂട്ടഡ്നെസ്. അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു എംഫസൈസസ് ഭാരതീയത. ഭാരതീയത എന്നുള്ള വാക്ക് താങ്ങാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റുകാർക്ക്? ഇല്ല. ഇതാണ് അവരുടെ പ്രശ്നം. NEPയിൽ അവരുടെ പ്രശ്നം ഇതാണ്. അല്ലാതെ പശുവിൻ്റെ കൊമ്പിൻ്റെ റേഡിയേഷനൊന്നുമല്ല. ഭാരതീയത ബ്രാക്കറ്റിൽ ഇന്ത്യൻനെസ്. ഇൻകോർപ്പറേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്, ട്രഡീഷൻസ്, യോഗ, ആയുർവേദ എറ്റ്സെട്ര. നമ്മുടെ പാരമ്പര്യം മുഴുവൻ, കൾച്ചറൽ ഹെറിറ്റേജ്, ട്രഡീഷൻസ്, പിന്നെ യോഗ, ആയുർവേദ മുതലായവ. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ പനി തുടങ്ങും. ആയുർവേദം എന്ന് കേട്ടാൽ സന്നിപാത ജ്വരം വരും. അതാണ് നമ്മളുടെ ജിമ്മി ജെയിംസ് പോലെയുള്ള ആൾക്കാരുടെ കുഴപ്പം. പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം. ജിമ്മി ജെയിംസ് കമ്മ്യൂണിസ്റ്റാണോ എന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. ആ മാധ്യമത്തിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞു എന്ന് വരും. അപ്പോഴത്തെ തർക്കം ജയിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതൊരു നിലപാടായിട്ടൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ മാധ്യമങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രയാസം ഉണ്ടാകുന്നത് ഈ യോഗ, ആയുർവേദ എറ്റ്സെട്ര എലോങ് സൈഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, ലോകത്ത് നടക്കുന്ന മറ്റ് കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 628 പേജോ മറ്റോ ഉണ്ട്. അത് മുഴുവൻ നമുക്ക് എടുക്കാനും പറ്റില്ല. പക്ഷേ ഇവരെ ട്രബിൾ ചെയ്യുന്ന ഒരു പോർഷൻ ഇതാണ്. വാസ്തവത്തിൽ ഇതിൽ വല്ല ന്യായമുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ കച്ചറ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ട്. ഇതൊക്കെ നേരത്തെ ഫണ്ട് വാങ്ങിച്ചെടുത്ത് നടപ്പാക്കി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളല്ലേ. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് ഭരിക്കുന്നത് ആരാ? ജാർഖണ്ഡ് മുക്തി മോർച്ച. പഞ്ചാബ് ഭരിക്കുന്നത് ആരാ? ആം ആദ്മി പാർട്ടി. തെലങ്കാന ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ്. കർണാടക ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ്. ഇവർക്കൊന്നുമില്ലാത്ത പ്രശ്നം CPMനുണ്ടാകുന്നു, DMKയ്ക്ക് ഉണ്ടാകുന്നു, മമതാ ബാനർജിക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇവർ പറയുന്നതേ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇവർ കേന്ദ്രം ക്ലിയർ ഓഫ് ചെയ്തതാണ്. അതായത് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ഇതിൻ്റെ ആവശ്യം എന്താ? അവർ തീരുമാനിച്ചു 7ാം ക്ലാസ്സിൽ മാത്രം മതി, 5ലും വേണ്ട, 9ലും വേണ്ട. ഞാൻ നിങ്ങളോട് സത്യം പറയാലോ, ഞാൻ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടില്ല. 10+2+3 അങ്ങനെ 15 വർഷം കൊണ്ട് ഡിഗ്രി എടുത്തവനാണ് ഞാൻ. 10ാം ക്ലാസ് വരെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്നെ പഠിപ്പിച്ചിട്ടില്ല. പ്രീ ഡിഗ്രി 2 വർഷം ഡാർവിനില്ല. 3 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ ഡാർവിനേ ഇല്ല. അപ്പം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിക്കാതെ ഇത്രയും കാലം ഞാൻ ജീവനോടെ ഇരുന്നില്ലേ? കാര്യങ്ങളൊക്കെ നടന്നില്ലേ? വെറുതെ ഇതെന്തോ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മാത്രം മതിയോ? ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തമില്ലേ? അത് പഠിപ്പിക്കണ്ടേ? ലീബിനിറ്റ്സ് തിയറം പഠിപ്പിക്കണ്ടേ? ബെർണോളിസ് തിയറം പഠിപ്പിക്കണ്ടേ? ഇത് എന്താ നിങ്ങൾ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നത്? ഒരു ജനറൽ അവയർനെസ്. അതുപോലെ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളെ പറ്റി എത്ര പേർക്കറിയാം നമ്മുടെ പിള്ളേർക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യൻ മാധവൻ കേരളീയനായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? മാധവൻ എന്നുള്ള പേര് കേട്ട എത്ര പേരുണ്ട്? ഇന്ന് പാശ്ചാത്യർ ആദരവോടെ കാണുന്ന ഒരു പേരാണ് മാധവൻ. ഇന്നല്ല, എത്രയോ വർഷങ്ങളായിട്ട്. കേരളത്തിൽ അദ്ദേഹത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്രത്തെപ്പറ്റിയൊക്കെ പുസ്തകങ്ങളുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെയല്ലേ നമ്മുടെ പിള്ളേർ പഠിക്കേണ്ടത്. അപ്പോഴല്ലേ നമ്മൾ ഒരു ആത്മവിശ്വാസം വേണ്ടേ? എനിക്ക് സാധിക്കും, എനിക്കും സാധിക്കും, സായിപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതും കൂടി, ഞാനീ പറഞ്ഞത് മാത്രമല്ല, ഇതും കൂടി പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയുന്നു. NCF ഒരു ചട്ടക്കൂടാണ്. ആയുർവേദം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഷായത്തിൻ്റെ കുറിപ്പടി കാണാതെ പഠിക്കണം എന്നല്ല അർത്ഥം. ഒരു അവയർനെസ് ഉണ്ടാവണം ആ വിഷയത്തിൽ. യോഗയെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാകണം. അസ്ട്രോണമി, നമ്മുടെ ഇന്ത്യൻ അസ്ട്രോണമി എത്ര പേർക്കറിയാം? ജ്യോതിശാസ്ത്രം, ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി. അസ്ട്രോളജി വേറെയാണ്, അതൊരു പ്രിഡിക്റ്റീവ് സയൻസ്, അത് പോട്ടെ. ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ എന്നാണ് പഠിക്കാൻ പോകുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് വന്ന ധർമ്മസങ്കടം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ചേർത്തലയിലാണ്. ചേർത്തല താലൂക്കിൻ്റെ അതിരുകൾ ഒരാവശ്യത്തിന് ഒരാൾ എന്നോട് ചോദിച്ചു. എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല. എനിക്ക് ചേർത്തല താലൂക്കിൻ്റെ അതിരുകൾ അറിഞ്ഞുകൂടാ. എന്തു ചെയ്യും ഞാൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ വല്യച്ഛനോട് ചോദിച്ചു. വല്യച്ഛൻ പറഞ്ഞു തന്നു. വല്യച്ഛൻ 9ാം ക്ലാസ് വരെ മറ്റോ പഠിച്ചിട്ടുള്ളൂ. അത് 10 പിന്നെ കംപ്ലീറ്റ് ചെയ്തില്ല. പലവിധ പ്രശ്നങ്ങൾ കൊണ്ട്, വീട്ടിലെ പ്രാരബ്ധങ്ങൾ കൊണ്ട് നിർത്തിയതാണ്. പക്ഷേ ആ വല്യച്ഛന് അറിയാമായിരുന്നു ചേർത്തല താലൂക്കിൻ്റെ അതിരുകൾ. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർക്ക് നിങ്ങൾ താമസിക്കുന്ന താലൂക്കിൻ്റെ പേരും അതിൻ്റെ അതിരുകളും കൃത്യമായിട്ട് അറിയാം? ബ്രസീലിൻ്റെ തലസ്ഥാനം റിയോ ഡി ജനീറോ എന്നറിയാം. നിങ്ങളുടെ താലൂക്കിൻ്റെ പേര് നിങ്ങൾക്കറിയില്ല. ആ താലൂക്കിൻ്റെ ആസ്ഥാനം അറിയില്ല. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാകും. ബട്ട് ഭൂരിപക്ഷം പേർക്കും എനിക്ക് ഉറപ്പാണ് സ്വന്തം താലൂക്കിൻ്റെ എലുക അതിര്, എവിടെ താലൂക്ക് തുടങ്ങുന്നു എവിടെ തീരുന്നു അറിയില്ല. സ്വന്തം ജില്ല എവിടെ തുടങ്ങുന്നു എവിടെ തീരുന്നു അറിയില്ല. കഷ്ടമല്ലേ? പണ്ടൊക്കെ ഹൈവേയിൽ എഴുതി വയ്ക്കുമാണ്, ആലപ്പി ഡിസ്ട്രിക്റ്റ് എൻഡ്സ് ഹിയർ, കൊല്ലം ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ട്സ് ഹിയർ എന്ന് എഴുതി വയ്ക്കുമായിരുന്നു. വിദ്യാർത്ഥികളായ ഞങ്ങൾക്കൊക്കെ ഇവിടെയാണ് ആലപ്പുഴ ജില്ല തീരുന്നത്, കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നാഷണൽ ഹൈവേയിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴ എവിടെ തീരുന്നു കൊല്ലം എവിടെ തുടങ്ങുന്നു എന്ന് അറിയാൻ പറ്റില്ല. എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? ശരി, എന്തിനാണ് ബ്രസീലിൻ്റെ തലസ്ഥാനം നമ്മൾ അറിയുന്നത്? വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ധർമ്മം. നമ്മൾ ആരാണ്, എവിടെ ജനിച്ചു, എവിടെയാണ് ഞാൻ, എവിടെ നിൽക്കുന്നു ഞാൻ, എൻ്റെ സമൂഹം ഏത്, എൻ്റെ കൂട്ടുകാർ, ബന്ധുക്കൾ, നാട്ടുകാർ, ഇവരൊക്കെ ആരാണ്, ഇതെത്രയായിട്ട് വിഭജിച്ചിരിക്കുന്നു, എന്താണ് ഈ വിഭജനത്തിന് കാരണം, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ചിലർ ജില്ല ചോദിക്കുന്നു. തിരൂർ ജില്ല ചോദിച്ചു. തിരൂർ ജില്ല വിഘടനവാദമാണ്. ശരി, ഏതാണ് തിരൂർ ജില്ല? എന്താണ് അവർ ചോദിക്കാൻ കാര്യം? ഏത് എലുകയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെ നിന്ന് ഇവിടം വരെ ഞങ്ങൾക്ക് തിരൂർ ജില്ല വേണം. ഇത് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഒരു ലോജിക്കൽ തിങ്കിങ് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ കൊടുക്കാനായിട്ടാണ് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ആ ഫ്രെയിംവർക്കിന് ബ്രോഡൊരു ഫ്രെയിംവർക്കാണ്, ഒരു ചട്ടക്കൂടാണ്. അതിനുള്ളിൽ നിന്ന് അതിനനുസൃതമായിട്ട് സിലബസ് തയ്യാറാക്കാം. സിലബസ് കേരളത്തിന് തന്നെ തയ്യാറാക്കാം, തടസ്സമൊന്നുമില്ല. കേന്ദ്രത്തിൻ്റെ സിലബസ് ഉണ്ട്, അത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് പഠിക്കാം. അതല്ല കേരളത്തിൻ്റെ സിലബസ് ആണെങ്കിൽ അത്, പക്ഷേ ആ സിലബസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന് ഇണങ്ങുന്ന സിലബസ് ആയിരിക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ശിവൻകുട്ടി കാശ് കിട്ടുള്ളൂ കേട്ടോ. വെറുതെ അങ്ങോട്ട് ചെന്ന് കാശ് വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി എടുത്ത് തരില്ല. ഇതിനകത്തൊരു രാഷ്ട്രീയം വന്നുകൊണ്ടാടങ്ങാനായിട്ട്. കേരളത്തിലെ എല്ലാം രാഷ്ട്രീയമാണല്ലോ. പിണറായി വിജയൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോയി നരേന്ദ്രമോദിയെ കണ്ടു, തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് NEP ഒപ്പിടുന്നത്. ഇപ്പോൾ ബഹളം അതാണ്. പിണറായി വിജയൻ പോയി നരേന്ദ്രമോദിയെ കണ്ടു. അപ്പോൾ മോദി ചോദിച്ചു, വാ ഇരിക്കി, കുറേ നാളായല്ലോ കണ്ടിട്ട്, എന്താ കാര്യം? ചേട്ടാ, എനിക്ക് ആ കാശ് കുറേ വേണം, 10,500 കോടി രൂപ. NEP അല്ലേ, PM ശ്രീ, അത് തരാമല്ലോ, അതിൻ്റെ ആ കരാറൊന്ന് ഒപ്പിട്. കരാർ ഞാൻ ഒപ്പിടാം, പുറത്തൊന്നും പറയരുത്, നാണക്കേടാക്കരുത്, ജീവിതമാണ്, നാറ്റിക്കരുത്. ഞാൻ നാറ്റിക്കാനൊന്നും പോണില്ലപ്പാ. താൻ ആരെങ്കിലും വിട്ടിട്ട് ആ സെക്രട്ടറിയെ വിട്ട് ആ കരാറൊക്കെ ഒപ്പിടും, നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. എന്നാൽ ശരി. അങ്ങനെ ഒരു രഹസ്യ ചർച്ച നടത്തിയെന്നും അതിനെ തുടർന്നാണ് തിരിച്ചു വന്ന പിണറായി വിജയൻ ഇവിടുന്ന് വാസുകി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥയെ ഡൽഹിക്ക് അയച്ചിട്ട് ഇത് ഒപ്പിടിച്ചതെന്നുമാണ് കിംവദന്തി, കരക്കമ്പി.
അതിൽ നമ്മളുടെ CPI കയറി അങ്ങ് ചൂടായി. അല്ലേ, ഞങ്ങൾ വിടില്ല, അടിസ്ഥാനപര അവരുടെ വാദം ഗംഭീരമാണ്. മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണെന്ന് പഠിപ്പിച്ചേ ഞങ്ങൾ അടങ്ങുള്ളൂ. ഇതെന്ത് പണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ സ്കൂളിൽ ചേരുമ്പോൾ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ പാഠപുസ്തകത്തിൽ ഒരിടത്തും മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട കാര്യം എഴുതിയിരുന്നേയില്ല. മഹാത്മാഗാന്ധിയെപ്പറ്റി പഠിക്കാനുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുണ്ട്, സർദാർ പട്ടേലുണ്ട്, സുഭാഷ് ചന്ദ്രബോസുണ്ട്. ഈ 3 പേരുടെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മരണത്തെപ്പറ്റി ഒരു ലൈൻ പോലും പാഠപുസ്തകത്തിലുണ്ടായിരുന്നില്ല. കാരണം അത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാറില്ല. അസാസിനേഷൻ കുട്ടികളെ പഠിപ്പിക്കാറില്ല. അത് കുട്ടികൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ച് വിജ്ഞാനം നേടുന്നതാണ്. ഗാന്ധിജിയുടെ മരണത്തിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കോടതി രേഖകളോ പഠിച്ചിട്ട് കുട്ടികൾക്ക് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. പണ്ടും പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴുള്ള പുസ്തകങ്ങളിലും നിങ്ങൾ ഈ ബഹളമൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. ഗാന്ധിജിയെ ഗോഡ്സെ വധിച്ചു എന്നൊരു ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഗാന്ധിജി മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉണ്ടാവാം. ആര് കൊന്നു എന്നൊന്നും അതിനകത്ത് വരില്ല, വരാനും പാടില്ല. എന്ത് കാര്യമെന്ന് പിള്ളേരെയൊക്കെ ഈ മരണം ഒന്നും അല്ല പിള്ളേരെ പഠിപ്പിക്കേണ്ടത്, ജീവിതമാണ് പഠിപ്പിക്കേണ്ടത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ലോകം നിലനിൽക്കുന്നത് ഏതെങ്കിലും ഒരു തിയറിയുടെ പുറത്തല്ല, ഒരുപാട് തിയറികളുടെ പുറത്താണ്. അപ്പോൾ ഇങ്ങനെ ഈ അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ ഷേർഷായുടെ ഭരണപരിഷ്കാരങ്ങൾ. സത്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല ആര് ഈ ഷേർഷായുടെ ഭരണപരിഷ്കാരങ്ങൾ, അക്ബറുടെ ഭരണപരിഷ്കാരങ്ങൾ. അക്ബർ ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു, പരമദുഷ്ടനായിരുന്നു കേട്ടോ. അങ്ങേരുടെ ഭരണപരിഷ്കാരങ്ങൾ റോഡിൻ്റെ 2 വശത്തും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചത് ഞാൻ ഓർക്കുന്നു. 9ാം ക്ലാസ്സിലാണെന്നാ ഓർമ്മ. ഇങ്ങനത്തെ അനാവശ്യമായ ഡീറ്റെയിൽസ് പഠിച്ച് സമയം കളഞ്ഞ ഒരു തലമുറയാണ് എൻ്റെത്. ഇനി വരുന്ന തലമുറയെങ്കിലും നേരെ ചൊവ്വേ ജീവിച്ച് പോട്ടിടൂ. ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കട്ടെ, ഡിജിറ്റൽ ടെക്നോളജി പഠിക്കട്ടെ. അതെല്ലാം ഉണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ. അതാണ് കൂടുതലുള്ളത്. ഈ പറഞ്ഞ സോഷ്യൽ സയൻസ് വിഷയങ്ങളൊക്കെ വളരെ കുറവേ ഉള്ളൂ. കാരണം അത് എക്സ്ട്രാ കരിക്കുലറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണെന്നേ. നിങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചരിത്രം അറിയണം, ഓക്കെ, അറിഞ്ഞോളൂ. നിങ്ങൾക്ക് സാവർക്കറെ പറ്റി പഠിക്കണം, പഠിച്ചോളൂ. സാവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചോ. ബട്ട് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഈ ഡിസ്പ്യൂട്ടഡായ കാര്യങ്ങൾ, ബഹളങ്ങൾ, ഇതൊന്നും പഠിപ്പിക്കരുത്. ബേസിക്സ് പഠിപ്പിക്കുക, ബാക്കി അവരവരുടെ സ്വന്തം ബ്രെയിൻ വെച്ച് മുന്നോട്ട് പൊക്കോളും. ഇതിനായിട്ട് ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കിയപ്പോൾ ആ ഫ്രെയിം വർക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നതായതിനാൽ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം കാണും. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇതാണ് കള്ളത്തരം. ഭാരതീയത വലിയ കള്ളത്തരം. അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഭാരതീയതയൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. വല്ല ഫ്രഞ്ചോ ഇംഗ്ലീഷോ ജർമ്മനോ ഒക്കെ ആണെങ്കിൽ പഠിക്കാം. ഭാരതത്തെപ്പറ്റി പഠിക്കുന്ന പ്രശ്നമില്ല. ഇതെന്തൊരു പുലിവാൽ. ഇങ്ങനെയാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു വാനിഷിങ് സ്പീഷീസായിട്ട് ഭാരതത്തിൽ മാറിയത്. കാരണം ഭാരതത്തെ വെറുക്കുന്നവന് ഭാരതത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ആ ഒരു പാഠമാണ് ശിവൻകുട്ടി ഒരൊറ്റ ചോദ്യത്തിലൂടെ സകല ഇടതുപക്ഷക്കാരെയും പഠിപ്പിച്ചത്. എന്താ NEPക്ക് കുഴപ്പം എന്ന് ചോദിക്കുക, ഞാൻ മാറി എന്ന് പറയുക. NEPക്ക് കുഴപ്പമൊന്നുമില്ല. ശിവൻകുട്ടി മാറിയെങ്കിൽ അങ്ങേർക്ക് കൊള്ളാം. താങ്ക് യു.